ഈ കേന്ദ്ര ഗവൺമെന്റിനെ, കേന്ദ്ര ഹോം മിനിസ്റ്ററിനെ ഏതിനെ ഇത്ര അപമാനിക്കണ ഇവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, വിമാനം കോഴിക്കോട് വിമാനത്താവളത്തിൽ ഒരു വിമാനം ലാൻഡ് ചെയ്യണതിന്റെ 3 മണിക്കൂർ മുമ്പ് മാത്രം ഡയറക്ടർക്ക് മെസ്സേജ് ചെയ്ത് ഒരു വിമാനം വരുന്നുണ്ട്, ഇത്ര ആൾക്കാരുണ്ട്, പക്ഷെ അതിന്റെ ഇരട്ടി ആൾക്കാരും കൗണ്ട് ഇല്ലാത്ത ആൾക്കാരും ഞങ്ങൾ തിരിച്ചു പോരുമ്പോ ഉണ്ടാവും, ബി റെഡി ഫോർ ദ അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് വന്നപ്പോ കേരളത്തില് 3 മണിക്കൂർ മുമ്പ് വരുമ്പോ ഒരു ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റും ഒരു ATC കൺട്രോൾ റൂമോ എയർ ട്രാഫിക് കൺട്രോൾ റൂമോ കേരള ഗവൺമെന്റോ അറിഞ്ഞില്ല. പൊലച്ചക്കൊരു യുദ്ധവിമാനം വന്ന് നിർത്തി ആൾക്കാരെ, ഇതെന്താ സംഭവിച്ചിട്ട് ആൾക്കാരെ ഇറങ്ങി വരണോ, കൂടെ കയ്യിൽ ഇങ്ങനെ പിടിച്ച ആൾക്കാർ ഓരോരുത്തരെ കിട്ടുന്നവരെ ചെക്ക് ഇൻ ചെയ്ത് വിമാനത്തിലേക്ക് കയറ്റുമ്പോൾ മാത്രമാണ് കേരളത്തിലെ ഗവൺമെന്റ്, മുഖ്യമന്ത്രി അടക്കമുള്ള കേരള പോലീസും ഈ പറയണവരറിയുന്നത്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിനെ അങ്ങനെ അങ്ങോട്ട് കൊച്ചാക്കാൻ നോക്കണ്ട. കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ എല്ലാത്തിനും കണക്കുണ്ട്. ഇപ്പൊ ഇവര് വിചാരിക്കുന്നുണ്ടല്ലോ എന്താണ് എന്നിട്ട് നിങ്ങൾ ഇന്ന് കൺട്രോൾ കൊണ്ടുവരാത്ത, ഹമാസിന് എന്താ പിന്നെ ബഹിഷ്കരിക്കാത്തത്, പിന്നെ ബാൻ ചെയ്യാത്തത്, അല്ലെങ്കിൽ ഈ കൂട്ടായ്മകൾ കാണുന്നില്ല നിങ്ങൾക്കിടയിൽ NIA എല്ലാരും അവിടെ തന്നെ ഉണ്ട്, അതേ രീതി തന്നെ ചെയ്യും. പിന്നെയാണ് കാരണം കേരള പോലീസിലും ഉണ്ട് ഇങ്ങനത്തെ ജിഹാദികൾ എന്ന് പറഞ്ഞ് നമ്മൾ അറിയുന്നുണ്ട്. എനിക്ക് അതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. അതുകൊണ്ട് ഇൻഫർമേഷൻ പുറത്തു പോകുന്നുള്ളത് കൊണ്ടാണ് ഇവിടെ അതൊന്ന് കൂട്ടിച്ചേർക്കാം. അതായത് NIA സംസ്ഥാന DGPക്ക്, കേരളത്തിന്റെ DGPക്ക് ഒരു റിപ്പോർട്ട് നൽകി. കേരള പോലീസിലെ താഴെ തട്ട് മുതൽ അങ്ങേയറ്റം വരെയുള്ള 873, പ്ലീസ് നോട്ട് ദ നമ്പർ 873 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോപ്പുലർ ഫ്രണ്ടുമായി അടുത്ത ബന്ധമുണ്ട്, ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് NIA സംസ്ഥാന DGPക്ക് കത്ത് നൽകി. അങ്ങനെ ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു അഡ്വക്കേറ്റ് BN ഹസ്കർ? അതുപോലെ തന്നെ മറ്റൊരു വാർത്തയും കേരളത്തിലുണ്ടായിരുന്നു. അല്ല, ഇതിനൊന്നും മറുപടി പറയൂ, എന്നിട്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇതിനൊന്നും മറുപടി പറയൂ പ്ലീസ്. അതിന് ഞാൻ പറയാമേ, RSSന്റെ സ്ലീപ്പിംഗ്സ് ഇൻ കേരള പോലീസിലുണ്ട് എന്നൊരു വാർത്തയുണ്ടായിരുന്നു. RSS രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന സംഘടനയൊന്നുമല്ല. സ്വാതന്ത്ര്യത്തിന് മുമ്പേ സ്വാതന്ത്ര്യം വാങ്ങാൻ നിങ്ങൾ പറയും സ്വാതന്ത്ര്യത്തിന് RSSന് 100 കൊല്ലം തികയാൻ പോകുന്നല്ലേ, 100 കൊല്ലം തികയാൻ നിരോധിത സംഘടനയൊന്നുമല്ല ഇവിടെ സ്ലീപ്പിംഗ് സെല്ലായിട്ട് പ്രവർത്തിക്കാൻ. ഇവിടെ ജനങ്ങൾക്കിടയിൽ വളരെ കൃത്യമായ സുതാര്യതയോടെ പ്രവർത്തിക്കുന്ന സംഘടന തന്നെയാണ്, സാംസ്കാരിക സംഘടന തന്നെയാണ് RSS. എന്നോടാണ് ഒരു മിനിറ്റ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയട്ടെ. 873 പ്രശാന്ത്, ഒരു മിനിറ്റ് ഹസ്കർജിയിൽ നിന്ന് ആ ഒരു മറുപടി നമുക്ക് കിട്ടണം. 873 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് NIA ഇവിടുത്തെ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ കത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു? ആരെങ്കിലും സസ്പെൻഡ് ചെയ്യപ്പെട്ടോ? അവരൊക്കെ പലരും ഇപ്പോഴും സർവീസിൽ തുടരുകയല്ലേ? നിലവിലൊന്ന് ഞാൻ വർത്തമാനം പറയുമ്പോൾ ബാക്കിയുള്ളവരോട് വർത്തമാനം പറഞ്ഞ ഈ ചർച്ചയായില്ല. ദയവായി അദ്ദേഹത്തെ പറയാൻ അനുവദിക്കണം. എന്റെ ശീലം അതല്ല. അവരുടെ സമയത്ത് അവർക്ക് പറയാം, അവരുടെ ചർച്ചയുടെ സമയത്ത് അവർക്കത് പറയാം. എന്റെ ചർച്ചയുടെ സമയത്ത് ദയവ് ചെയ്ത് ഇടയ്ക്കിടരുത്, ഇടയ്ക്ക് കയറി ഇങ്ങനെ വർത്താനം പറയും. രണ്ടിലെ ഏറ്റവും അങ്ങ് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് 878 PDP ബന്ധമുള്ള ആളുകൾ ഉണ്ട് എന്ന് DGPക്ക് NIA റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആ അന്വേഷണത്തെ തുടർന്ന് കേരള പോലീസ് ചെയ്യാൻ സാധ്യതയുള്ളത് അവരെ തന്ത്രപ്രധാനമായ പോലീസ് സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. അച്ചടക്ക നടപടി എടുത്തോ എന്നുള്ളതായിരിക്കും മറ്റൊരു ചോദ്യം. അച്ചടക്ക നടപടി എടുക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും കുറ്റകൃത്യം അവരിൽ കണ്ടെത്താനായിട്ടില്ല എങ്കിൽ അവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കാൻ കഴിയില്ല. മറിച്ച് ഏതെങ്കിലും കുറ്റകൃത്യം കണ്ടിട്ടുണ്ടെങ്കിൽ എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് കേരള പോലീസിൽ നിന്ന് ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ പുറത്താക്കിയിട്ടുള്ളതെന്ന് അറിയാം. തെറ്റു ചെയ്തപ്പെട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ചെവിക്ക് പിടിച്ച് സേനയിൽ നിന്ന് പുറത്താക്കാൻ അത്യാവശ്യം ഈ പറയുന്നത് പോലെ പണം വാങ്ങുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ്, ഭീഷണിപ്പെടുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ. പക്ഷേ തീവ്രവാദവുമായി ബന്ധപ്പെട്ട്
കേന്ദ്ര ഏജൻസികൾ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലോ അത്തരത്തിലുള്ള ഒരാളെ പോലും പിണറായി സർക്കാരോ ഇതിനു മുൻപിരുന്നവരോ തൊട്ടിട്ടില്ല സർ. തീവ്രവാദ പ്രവർത്തനം എന്നല്ല, ഏതു തെറ്റ് ചെയ്താലും ആ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സേനയ്ക്ക് പുറത്താക്കുക എന്നുള്ളതാണ്